എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നത് വിഷ്ണു വിസിയാണ്. കഴിഞ്ഞ 30 ദിവസമായിട്ട് പല സോഷ്യൽ മീഡിയകളിലൂടെ സ്ഥിരമായി പോസ്റ്റുകളിട്ട് വിഷ്ണു മില്യൺസ് ഓഫ് വ്യൂസ് നേടിയിട്ടുണ്ട്. എന്തൊക്കെയാണ് വിഷ്ണുവിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് അറിയാം. വിഷ്ണു ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഹായ്, എൻ്റെ പേര് വിഷ്ണു വിസി. ഞാൻ കോട്ടയം ജില്ലയിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ കറൻ്റ്ലി ഒരു IT ജോബ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ കണ്ടൻറ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തത്. പല വീഡിയോകളും ലക്ഷക്കണക്കിന് വ്യൂസ് നേടിയല്ലോ. ഇതിൽ നിന്ന് എത്ര വരുമാനം നേടി? എൻ്റെ യൂട്യൂബ് ചാനലിൽ 50 ലക്ഷം വ്യൂസാണ് ഈ ഒരു മാസത്തിനിടയിൽ ഞാൻ നേടിയത്. അതിൽ നിന്ന് എനിക്ക് കിട്ടിയ വരുമാനം എന്ന് പറയുന്നത് 0. ഇൻസ്റ്റാഗ്രാമിൽ ഓൾമോസ്റ്റ് 1 കോടിക്ക് മേളിൽ വ്യൂസ് നേടിയിട്ടുണ്ട്. 3 വീഡിയോസ് 2 മില്യണോട് അടുത്തിട്ടുണ്ട്. അതിലൊരെണ്ണം 10 മില്യണിലേക്ക് അടുത്ത് വരുന്നുണ്ട്. പക്ഷെ അതിലും എനിക്ക് യാതൊരു വരുമാനവും കിട്ടി തുടങ്ങിയിട്ടൊന്നുമില്ല. കാരണം കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്, അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാനുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷനിലൂടെ ഫണ്ട് കിട്ടണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. 30 ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയിരുന്നു. തടസ്സങ്ങൾ എന്തൊക്കെയായിരുന്നു? 30 ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. തടസ്സങ്ങളെന്ന് പറയുന്നത് സമയമാണ്. കാരണം ഒരു ജോലിയുടെ കൂടെ ചെയ്ത് പോകുമ്പോഴേക്കും നമുക്ക് ജോലി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ജോലിയുടെ സമയം കഴിഞ്ഞിട്ടേ നമുക്ക് കണ്ടൻറ് ക്രിയേഷനിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അതൊരു പ്രശ്നമായിരുന്നു. കാരണം ചില ദിവസമൊന്നും എനിക്ക് ക്യാമറയുടെ മുന്നിൽ വന്ന് സംസാരിക്കാൻ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ച പല വിഷ്വൽസും എടുത്ത് റീയൂസ് ചെയ്തിട്ടാണ് വീഡിയോസ് പോസ്റ്റ് ചെയ്തിരുന്നത്. ഈ 30 ദിവസത്തിനിടയ്ക്ക് ഒരു ദിവസം ഞാൻ സ്കിപ്പ് ചെയ്യുകയും ചെയ്തു. അത് പറ്റാഞ്ഞിട്ടാണ്. ചില ദിവസങ്ങൾ നമുക്ക് പറ്റില്ല. പക്ഷേ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ട്. പോസ്റ്റ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം നാട്ടുകാരുടെ റെസ്പോൺസ് എന്തായിരുന്നു? നാട്ടുകാരുടെ റെസ്പോൺസ് എന്ന് പറയാനായിട്ട് ഞാൻ കൂടുതലും വർക്ക് ഫ്രം ഹോമാണ്. അധികം പുറത്തേക്ക് ഇറങ്ങാറില്ല. പക്ഷേ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും നാട്ടുകാരെല്ലാവരും പറഞ്ഞ നല്ല കാര്യങ്ങൾ തന്നെയായിരുന്നു. ഇത്രയും സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിച്ചില്ല. എന്തൊക്കെ കാരണം ഞാൻ ശിവരാത്രി സമയത്ത് അമ്പലത്തിൽ പോയ സമയത്താണ് കൂടുതലും ആളുകളെ പരിചയപ്പെട്ടത്. അതായത് നാട്ടുകാരെ കൂടുതൽ കണ്ടത്. നമ്മളൊരു വില്ലേജ് ഏരിയയാണ്, അതുകൊണ്ട് പുറത്തിറങ്ങിയാൽ അധികം ആൾക്കാരൊന്നും കാണാറില്ല. പക്ഷേ അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോഴും എല്ലാവരും നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. നല്ലൊരു ഫീഡ്ബാക്കാണ് കിട്ടിയത്. വീട്ടുകാരും അങ്ങനെ തന്നെയാണ്. പക്ഷേ വീട്ടുകാരെ ഞാൻ വീഡിയോസൊന്നും അങ്ങനെ കാണിച്ചിട്ടില്ല. ഞാൻ റെക്കോർഡ് ചെയ്യുന്നു, പോസ്റ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അവരെ കണ്ടില്ല. പക്ഷേ ഞാൻ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം അവർക്കറിയായിരുന്നു. താങ്കളിപ്പോൾ ചെയ്യുന്ന ജോലി ഉപേക്ഷിച്ച് കണ്ടൻറ് ക്രിയേഷൻ എന്നൊരു ജേണിയിലേക്ക് ഇറങ്ങാനുള്ള ധൈര്യം താങ്കൾക്ക് ആയിട്ടുണ്ടോ ഈ 30 ദിവസം കൊണ്ട്? അതായത് ജോലി കിട്ടിയത് പൂർണ്ണമായി കണ്ടൻറ് ക്രിയേഷനിലേക്ക് മാറാനായിട്ട് പറ്റുമോ? ഇപ്പോൾ ചെയ്യുന്ന ജോലി ഉപേക്ഷിച്ച് കണ്ടൻറ് ക്രിയേഷനിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് അത്രയും ധൈര്യം എനിക്കായിട്ടില്ല. കാരണം നമുക്കൊരു വരുമാന മാർഗ്ഗമായി മാറാനായിട്ടുള്ളൊരു ലെവലിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. പക്ഷേ ഈ 30 ദിവസം ചെയ്ത കണ്ടൻറ് ക്രിയേഷൻ അല്ലെങ്കിൽ ഈ 30 ദിവസം ചെയ്ത എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് വളരെയധികം സക്സസ്ഫുൾ ആയിരുന്നു. എനിക്ക് പല കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. എങ്ങനെ 1 മില്യൺ നേടാം അതൊക്കെ ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു സീരീസിലൂടെയാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 700 ഫോളോവേഴ്സ് ആയിരുന്നു. ഇപ്പോൾ 1800 മേളിലേക്ക് ആയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. യൂട്യൂബിൽ വെറും 500 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ഞാൻ. ഇപ്പോൾ 8000 മേളിൽ സബ്സ്ക്രൈബേഴ്സിലേക്ക് ഉയർന്നു. 9 to 5 ജോബിൽ നിന്നുള്ള എസ്കേപ്പ് എന്ന നിലയ്ക്കാണല്ലോ താങ്കൾ ഈ വീഡിയോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇത് ശരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? 9 to 5 ജോബിൽ നിന്നുള്ള എസ്കേപ്പ് എന്ന നിലയ്ക്കാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഈ 9 to 5 ജോബിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് മീൻസ് ഞാനിപ്പോൾ വർക്ക് ഫ്രം ഹോം കൂടെ ആയതുകൊണ്ടാവും. കാരണം നമ്മൾ ആരെയും അങ്ങനെ മീറ്റ് ചെയ്യുന്നില്ല. ഓഫീസിൽ പോകുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ മീറ്റ് ചെയ്യും, അവരോട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. നമ്മളൊരു സോഷ്യൽ ജീവിയാണല്ലോ. അപ്പം ആളുകളെ കണ്ട് സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ജേണിയിലേക്ക് ഇറങ്ങിയത്. അതായത് ആളുകളെ കാണുക, സംസാരിക്കുക. ഇതിപ്പോൾ ഞാൻ ഡയറക്റ്റ് സംസാരിക്കുന്നില്ലെങ്കിലും അത്യാവശ്യം ഒരു 2000 പേരിലേക്കൊക്കെ എൻ്റെ വീഡിയോസ് എത്തുന്നുണ്ട് ഡെയിലി. സോ അങ്ങനെ ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഈ ചലഞ്ച് ശരിക്കും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ പബ്ലിക് സ്പീക്കിംഗ് നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഞാൻ നേരത്തെയൊക്കെ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് റീടേക്കുകൾ കൂടുതലായിരുന്നു. അതായത് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പല തവണ റീടേക്കുകൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇതിന് ശേഷം എനിക്കധികം അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം ഞാൻ ക്യാമറയുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനായിട്ട് കൂടുതൽ കംഫർട്ടബിളായി. അതൊരു കാര്യമാണ്. ജോലിയും കണ്ടൻറ് ക്രിയേഷനും ഒരുമിച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടോ? അധികം ബുദ്ധിമുട്ട് വന്നിട്ടില്ല. കാരണം ജോലി ഒരു സൈഡിൽ നടന്നു, കണ്ടൻറ് ക്രിയേഷൻ വേറൊരു സൈഡിൽ നടന്നു. അതുകൊണ്ട് അധികം ബുദ്ധിമുട്ട് വന്നിട്ടില്ല. സമയം ആണ് നമുക്കൊരു പ്രശ്നമായിട്ടുള്ളത്. എന്തൊക്കെ ലെസൺസാണ് ഈ 30 ദിവസം കൊണ്ട് താങ്കൾ പഠിച്ചത്? 30 ദിവസം കൊണ്ട് പഠിച്ച കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് സംസാരിക്കുക എന്ന് പറയുന്നത്. കാരണം
ഞാൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്തു, ഞാൻ 5 കൊല്ലം മുന്നെയാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്തും ഈ ഫോണിലൊക്കെ ഞാൻ വ്ളോഗ് പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്ന് ഞാൻ ശരിക്കും പണത്തിന് വേണ്ടിയാണ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് പൈസ ഉണ്ടാക്കാമെന്നൊരു ധാരണയിലാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അതൊരു 5-6 വീഡിയോ ഒക്കെ ഇട്ടിട്ട് നിർത്തി. പിന്നീട് വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴും പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയായിരുന്നു, അത് ഞാൻ നിർത്തി. പക്ഷേ ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ശരിക്കും പണം മോഹിച്ചല്ല, എനിക്ക് എൻ്റർടൈൻ ചെയ്യാൻ, അതായത് എന്നെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു കാര്യം, അതായത് നമുക്ക് വേണ്ടി ഞാൻ എന്തോ ചെയ്യുന്നു, അങ്ങനത്തെ രീതിയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 30 ദിവസം പഠിച്ച ലെസൺസ് പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ, അതായത് എങ്ങനെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിക്കാം, ഒരു കാര്യം നന്നായിട്ട് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം. പിന്നെ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് ഇടുമ്പോഴേക്കും നമ്മൾ കൂടുതൽ വ്യൂസ് കിട്ടണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഹുക്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം. പിന്നെ ആദ്യത്തെ 3 സെക്കൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ പഠിച്ചത് ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്ന ശേഷമാണ്. കണ്ടൻറ്റ് ക്രിയേഷൻ ഒരു ഈസി ജോബാണോ? കണ്ടൻറ്റ് ക്രിയേഷൻ ഒരു ഈസി ജോബല്ല. കാരണം ഒരു 30 സെക്കൻഡ് വീഡിയോ ആണെങ്കിൽ പോലും അത് ചെയ്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് കഷ്ടപ്പാടുള്ള പണിയാണ്. അതുകൊണ്ട് അത് ഈസി ജോബാണെന്ന് പറയാൻ പറ്റില്ല. പുതിയ കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിന് താങ്കളുടെ അഡ്വൈസ് എന്താണ്? നമ്മൾ മാക്സിമം എഫോർട്ട് ഇട്ട് റെക്കോർഡ് ചെയ്യുക, മാക്സിമം എഫോർട്ട് ഇട്ട് എഡിറ്റ് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വ്യൂസ് കുറഞ്ഞും കൂടിയിരിക്കും. കുറവാണെങ്കിലും കുഴപ്പമില്ല, അടുത്ത ദിവസം വേറെ ചെയ്യുക. ഇനി ഇൻസ്റ്റാഗ്രാമിലോട്ട് താങ്കൾക്ക് വന്ന കുറച്ച് ചോദ്യങ്ങൾ, അതും കൂടി നമുക്ക് ശ്രമിക്കാം. വാട്ട് ഇംപ്രൂവ്മെൻറ്റ്സ് ഓർ മിസ്റ്റേക്സ് കുഡ് യു ഐഡൻറ്റിഫൈ ബൈ പോസ്റ്റിംഗ് റീൽസ് ഫോർ 30 days? 30 ദിവസം പോസ്റ്റ് ചെയ്തിട്ട് എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ മിസ്റ്റേക്സ് ഐഡൻറ്റിഫൈ ചെയ്ത് എന്തൊക്കെയാണ്? ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് കണ്ടൻറ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴേ, അതായത് എനിക്ക് ആദ്യം ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോസിലൊക്കെ സംസാരിക്കുമ്പോൾ ചെറിയൊരു തപ്പലുണ്ടായിരുന്നു. അതായത് എന്താ പറയേണ്ടതെന്നുള്ളൊരു ഐഡിയ എനിക്കില്ലായിരുന്നു. അതിനുശേഷവും ഞാൻ ശരിക്കും സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടൊന്നുമല്ല പറയുന്നത്. അതായത് എൻ്റെ ഒരു ഫ്രണ്ടിനോട് നമ്മളെങ്ങനെ സംസാരിക്കുന്നു ആ രീതിയിൽ ഞാൻ സംസാരിച്ച് പോകുന്നത്. അപ്പോൾ പിന്നീട് അങ്ങനെ ഞാൻ പറഞ്ഞ് ഓക്കെ ആയി. ഇപ്പോൾ എനിക്ക് അധികം റീടേക്കിൻ്റെ ആവശ്യം വരുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ കാഷ്വലായിട്ട് സംസാരിച്ച് പോകുന്നു. അതൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. പിന്നെ മിസ്റ്റേക്ക് എന്ന് പറയാനായിട്ട് ഞാൻ അധികം ഇത്ര വ്യൂസ് വേണമെന്നൊരു ലക്ഷ്യം വെച്ചൊന്നുമല്ല ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് മിസ്റ്റേക്കുകൾ അധികം സംഭവിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മിസ്റ്റേക്ക് ഉണ്ടോയെന്ന് നിങ്ങളാണ് പറയേണ്ടത്. ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാനത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതാവും. പോസ്റ്റിങ് കണ്ടിന്യൂ ചെയ്യുമോ? 30 ദിവസം താങ്കളിപ്പോൾ പോസ്റ്റ് ചെയ്തു, ഇതിനിയും തുടരുമോ? കണ്ടിന്യൂ ചെയ്യും. 30 ദിവസം ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് വളരെ പോസിറ്റീവാണ്. ഒരുപാട് റീച്ച് എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യും. ഇത് നിർത്താൻ പോകുന്നില്ല. കാരണം എനിക്ക് ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് പ്ലാൻ. 1 മില്യൺ അടിക്കാനുള്ള ട്രിക്ക് പറഞ്ഞു തരാമോ? 1 മില്യൺ അടിക്കാനുള്ള ട്രിക്സ് പറയുകയാണെങ്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ 1 മില്യൺ അടിക്കണമെങ്കിൽ റീൽസ് പോസ്റ്റ് ചെയ്യുക. റീൽസ് ആണല്ലോ മെയിനായിട്ട്. അപ്പം റീൽസിൽ ആദ്യത്തെ 3 സെക്കൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹുക്സ് എന്ന് പറയും. ഹുക്സ് അത് കണ്ടു പോകുന്ന ആളുകളെ ഹുക്കിട്ട് വലിച്ചെടുക്കുക, അത് തന്നെയാണ് മീനിങ്. ആദ്യത്തെ 3 സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾ ചെയ്യുന്ന കണ്ടൻറ്റുകൾ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. പിന്നെ ആളുകൾ ഇൻട്രാക്ട് ചെയ്യാൻ ചാൻസുള്ള കണ്ടൻറ്റുകൾ, അതായത് കൂടുതൽ കമൻറ്റുകൾ വരാൻ സാധ്യതയുള്ള, കൂടുതൽ കമൻറ്റുകൾ വരുത്തുന്ന കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യപ്പെടേണ്ട രീതിയിലുള്ള കണ്ടൻറ്റുകൾ ചെയ്യുക. ആദ്യത്തെ 3 സെക്കൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഹുക്ക് നന്നായിട്ട് യൂസ് ചെയ്യുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 1 മില്യൺ സിമ്പിളായിട്ട് അടിക്കാം. എൻ്റെ എക്സ്പെരിമെൻറ്റിൽ 3 വീഡിയോസ് 1 മില്യൺ ഞാൻ അടിച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണം 2 മില്യൺ ആയി, ഒരെണ്ണം 1.9 ആയി, ഒരെണ്ണം 10 മില്യണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇതിലെല്ലാം യൂസ് ചെയ്ത ട്രിക്ക് തന്നെയാണ് ഹുക്കാണ്. ഹുക്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. TCSലെ ജോലി എന്ന് പറയുന്നത് ഗവൺമെൻറ് ജോബിന് ഈക്വൽ ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിയാണോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? TCS എന്ന് പറയുന്നത് ഗവൺമെൻറ് ജോബിന് ഈക്വലൻ്റ് ആണോ? ഓൾമോസ്റ്റ് ഈക്വലാണ്. TCSൻ്റെ കുറച്ച് പോളിസീസ് ഉണ്ട്. അത് നമ്മൾ ബ്രേക്ക് ചെയ്യാത്തിടത്തോളം കാലം അവിടെ നമ്മൾ സേഫാണെന്ന് പറയാം. പക്ഷേ അതൊരു കംഫർട്ട് സോണാണ്. കൂടുതൽ കംഫർട്ടായി നമ്മളെ തന്നെ മറന്നു പോകും. സോ ഗവൺമെൻറ് ജോലിക്കാർ അങ്ങനെ തന്നെയാണല്ലോ. അവരൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ ജോലി തന്നെ കണ്ടിന്യൂ ചെയ്യും. അവരൊരു ഇമ്പ്രൂവ്മെൻറ്റിന് ശ്രമിക്കുന്നില്ല, അവിടെ തന്നെ സ്റ്റക്ക്. ദാറ്റ്സ് ഇറ്റ്. സോ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഞാൻ അച്ചീവ്മെൻറ്റ്സ് പറയുകയാണെങ്കിൽ എൻ്റെ യൂട്യൂബ് 500-ൽ നിന്നും 8000 സബ്സ്ക്രൈബേഴ്സിലേക്ക് ഉയർന്നു. യൂട്യൂബിൽ 50 ലക്ഷം വ്യൂസ് നേടി. ഓക്കെ, ഫേസ്ബുക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലല്ലേ. ഫേസ്ബുക്കിൽ കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റ് വന്നിട്ടില്ല. ഒരു അത്യാവശ്യം റീച്ചായിട്ടുണ്ട് അക്കൗണ്ട്. ഇടുന്ന വീഡിയോസിൽ 200 വ്യൂസ് 250 വ്യൂസ് ആ റേഞ്ചിൽ നിൽക്കുന്നുള്ളൂ. എന്നിട്ട് ഞാൻ റീസെൻ്റായിട്ടാണ് ഞാനൊരു പേജ് സ്റ്റാർട്ട് ചെയ്തത്.
അതിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് പിന്നീട് അറിയിക്കാം കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ കേസിൽ 700 ഫോളോവേഴ്സ്, ഇപ്പോൾ അത് 1800 മേളിലൊക്കെ ആയിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് അപ്ഡേറ്റ്സ്. വളരെ നന്നായിട്ട് പോയി, 30 ദിവസം പോസ്റ്റ് ചെയ്യാൻ സാധിച്ചു.